മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ എം പ്രകാശൻ, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ തള്ളി പറഞ്ഞിരിക്കുന്ന ഷെറിൻ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രക്തസാക്ഷിയാകുമെന്നുള്ളതാണ്. അതിന് ചില കാരണങ്ങളും നിരത്തുന്നുണ്ട്. ഇപ്പോൾ 2015 കൊളവലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ ബോംബ് നിർമ്മാണത്തിനിടെ 2 പേരാണ് മരിച്ചത്. അത് ഒരു ജൂൺ 6-നായിരുന്നു. അന്ന് പാർട്ടി പറഞ്ഞത് വ്യാജ പ്രചാരണമാണ്, പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിച്ചതല്ല എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ 2 പേർക്കും പിന്നീട് പാർട്ടി സ്മാരകം പണിതു. അതിപ്പോഴും അവിടെയുണ്ട് എന്നുള്ളതാണ്. അതൊരു ഉദാഹരണമായി പറയുന്നു. പിന്നൊന്ന് 2020 നടന്നതാണ്. ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾക്ക് 2 കൈപ്പത്തികളും തകർന്നുപോയി. അത് പാനൂർ പൊന്ന്യത്താണ്. അയാൾ നേരത്തെ TP കേസിൽ പ്രതി ചേർക്കപ്പെട്ട പിന്നീട് ഒഴിവായി പോയ ഒരാളാണ്. അയാളെയും CPM സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അയാളുടെ ചികിത്സയ്ക്കായി പണപ്പിരിവ് നടക്കുന്നത് 18 ലക്ഷത്തോളം പിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കല്യാണത്തിനുള്ള സഹായം ഇതൊക്കെ പാർട്ടി ചെയ്യുന്നു. അപ്പോൾ ഈ കേസ് വരുമ്പോൾ, ആരോപണം ഉയരുമ്പോൾ തള്ളുക, പിന്നീട് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുക, ഇതാണ് പാർട്ടിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം, ഉദാഹരണ സഹിതം. ഇതെല്ലാം CPM കൊലപാതകളുടെ പാർട്ടിയാണെന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസും BJPയും നടത്തുന്ന പ്രചാരവേലയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ BJPക്കാരനും ബഹുമാനപ്പെട്ട MLAയും ഏത് പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്? ഈ കേരളത്തിൽ ഏറ്റവും ഏറെ ആളുകൾ കൊല്ലപ്പെട്ടൊരു പാർട്ടി ഞങ്ങളാണ്. മറ്റെല്ലാ പാർട്ടിക്കാരും കൊല്ലപ്പെട്ട കണക്കെടുത്താൽ ഞങ്ങളുടെ 10-1 പേർ കേരളത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. 176 ശവങ്ങൾ, CPM പ്രവർത്തകന്മാരുടെ ശവങ്ങൾ ഏറ്റുവാങ്ങിയ പാർട്ടിയാണ് കണ്ണൂരിലെ CPM. ഇവിടെ കണ്ണൂർ ജില്ല ആദ്യമായിട്ട് കൊലപ്പെടുത്തപ്പെട്ടത് മൊയാർത്ത് ശങ്കരനാണ്. തല്ലിക്കൊന്നത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിക്കാരാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രം ആദ്യമായിട്ട് എഴുതിയ മനുഷ്യനാണ് മൊയാർത്ത് ശങ്കരൻ. അദ്ദേഹത്തെ തല്ലിക്കൊന്നത് കോൺഗ്രസ്സുകാർ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കൺവീനർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഒരു ചരിത്രം ഏതെങ്കിലും പാർട്ടിക്കുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് അഴീക്കോടിനകം കൊലപ്പെടുത്തപ്പെട്ടതാണ്. കോൺഗ്രസ്സുകാർ ആണ് ചെയ്തതെന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയ കാര്യമല്ലേ? ഒരു MLA ഈ കേരളത്തിൽ എപ്പോഴെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ MLA കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞാലി കൊന്നിരിക്കുന്നത് ഈ പറയുന്ന ആളുകളാണ് എന്നുള്ളത് ആർക്കറിയാത്തത്? ഇതിന് അവരിപ്പോൾ മാലാഖമാരുടെ വേഷം ചവയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ അവിടെ ബോംബ് സംബന്ധിച്ച്, ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പാണല്ലോ ഈ പൊട്ടിയ വീടിൻ്റെ 5 വീട് അപ്പുറത്ത് 770 കിലോഗ്രാം സ്ഫോടക വസ്തു പിടിച്ചത്. 770 കിലോഗ്രാം ആരുടെ വീട്ടിൽ നിന്നാ? വടക്കേൽ പ്രമോദ് എന്ന് പറയുന്ന BJPക്കാരൻ്റെ വീട്ടിൽ നിന്ന് അല്ലേ? അവരെന്താ ഈ ബോംബ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കറിവെക്കാനാണോ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഏറ്റവും ഏറെ സ്റ്റീൽ ബോംബ് പിടിച്ച ആരുടെ കയ്യിൽ നിന്നാ? ഇതേ സ്ഥലത്താണ് വടക്കേ പോലും RSSകാരൻ വീട്ടിൽ നിന്നല്ലേ 128 സ്റ്റീൽ ബോംബ് പിടിച്ചത്? ആ സ്റ്റീൽ ബോംബ് എന്തിനു വേണ്ടി കൊണ്ടുവന്ന അടുപ്പ് കത്തിക്കാനാണോ? ഇവിടെ പറയുന്ന ഘട്ടത്തൊന്നും CPMകാർ വല്ലാതെ അന്വേഷണം നടത്തുകയാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. ഇവിടെ എത്ര സ്ഫോടനം നടന്നിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ, ഞാൻ ചോദിക്കട്ടെ, മൊകേരി ഇതിനടുത്താണല്ലോ, വള്ളിയായിലല്ലേ അവിടെ ബോംബ് നിർമ്മാണത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകൻ്റെ 2 കൈപ്പത്തി പോയത്? എന്തിനാണ് അവർ ബോംബ് ഉണ്ടാക്കിയത്? വീട്ടിൽ കൊണ്ടുപോയിട്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയാണോ? പാറാട് കുന്നോത്ത് പറമ്പ് ഇവിടെ അറിയാലോ, ഇവിടെ പിന്നെ നമുക്കറിയാലോ, അവിടെ പഞ്ചായത്ത് ഓഫീസിന് ബോംബ് നിർമ്മിക്കുമ്പോഴല്ലേ 4 ലീഗ് പ്രവർത്തകന്മാരുടെ കൈകാലുകൾ പോയത്? നാദാപുരം മണ്ഡലത്തിലല്ലേ അവിടെ ലീഗിൻ്റെ ആളുകൾ 5 ലീഗ് പ്രവർത്തകർ ഒന്നിച്ച് കൊല്ലപ്പെട്ടത് ബോംബ് കിട്ടുമ്പോൾ? ഇവിടെ ചെറുവാഞ്ചേരിയിൽ 2 BJPക്കാർ കൊല്ലപ്പെട്ടത് എങ്ങനെയാ? ബോംബ് കിട്ടുമ്പോഴല്ലേ? പൊയിലൂരിൽ 2 BJPക്കാർ കൊല്ലപ്പെട്ടത് എങ്ങനെയാ? ബോംബ് കിട്ടുമ്പോഴല്ലേ? ഇതിന് തൊട്ടടുത്ത് 2 RSSകാർ കൊല്ലപ്പെട്ടല്ലോ നേരത്തെ, ബോംബ് നിർമ്മിക്കുമ്പോഴല്ലേ? എന്നിട്ട് പറയാം ഇവരുടെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകർ ഞങ്ങൾ ഈ പറയുന്ന അന്യായക്കാർ. ഞങ്ങൾ പറയുന്നത് അന്യായമാണെന്നാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ആര് ചെയ്താലും അന്യായമാണ്. അത് കണ്ടുപിടിക്കണം. ഞങ്ങളുടെ പാർട്ടിക്ക് ശ്രീ എം പ്രകാശൻ മറുപടി പറയാമോ? നിങ്ങൾ ആദ്യം തള്ളിക്കളഞ്ഞവരെ പിന്നീട് നിങ്ങൾ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു, ഒന്നുകിൽ രക്തസാക്ഷിയാകുന്നു. ആദ്യം തള്ളിക്കളഞ്ഞ ആളെ രക്തസാക്ഷിയാക്കുന്നു, രണ്ടാമത്തെ ആൾക്ക് 2 കൈപ്പത്തിയും നഷ്ടപ്പെട്ട ആൾക്ക് എല്ലാ സഹായവും നൽകുന്നു. അതെല്ലാം നിങ്ങളുടെ വ്യാഖ്യാനാണ്. ഞങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു കേസുകളും ഞങ്ങൾ അവരെ സംരക്ഷിക്കാനോ കേസ് കയറുന്നതിനോ പാടില്ല. ഞങ്ങൾക്കൊരു പാർട്ടി നിലപാട് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് വ്യാഖ്യാനിക്കാം. ഞങ്ങൾക്കെതിരെ ആക്രമണം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, TP ചന്ദ്രശേഖർ കേസ്, അത് ഇന്ന് ചർച്ചകളുടെ കേസല്ല. മോഹനം മാഷ പ്രതിയാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നടത്തിയത്? അദ്ദേഹം പ്രതിയല്ല എന്നുള്ള കാര്യം തെളിയിക്കപ്പെടല്ലോ. അപ്പോഴല്ലേ ഞങ്ങൾ ഇടപെട്ടത്. നിങ്ങൾക്ക് സംഭവങ്ങളെ പാർട്ടിയുടെ മേലെ കെട്ടിയേൽപ്പിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഉണ്ടാവും. ഞങ്ങൾ ഇത്തരം സംഭവങ്ങളെ ന്യായമായിട്ട് കാണുന്നവരാണ്. ഞങ്ങൾക്കറിയാം ആളുകളെ കൊല്ലുന്നതെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല. ഒരു മനുഷ്യന്റെ ജീവൻ വിലപ്പെട്ടതാണ്. അത് എടുക്കാനേ കൊടുക്കാനാവില്ല. അന്യന്റെ ശബ്ദത്തെ സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് പോരടിക്കുന്നവരെ ഞങ്ങൾ. മനുഷ്യന്റെ ജീവന്റെ വില ഞങ്ങൾക്കറിയാം. ഞങ്ങളതിന് കൊലപാതകളൊക്കെ പിടിച്ചെപ്പിക്കാൻ നടന്നിരിക്കുന്ന ബോംബാക്രമണം ബോംബ് സ്ഫോടനം, അവിടെ ആർക്കു വേണ്ടി ബോംബുകൾ നിർമ്മിച്ചു?
ആരൊക്കെയാണ് ബോംബ് നിർമ്മിച്ചതെന്ന് ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു. CPM പ്രവർത്തകരാണ്. പക്ഷെ അത് CPM-ന് വേണ്ടിയിട്ടല്ല എന്ന് താങ്കൾ സമർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിന്റെ അന്വേഷണം ഇവിടെ നടത്തിയാൽ പോരാ, NIA വേണമെന്ന് BJP-യും കോൺഗ്രസും പറയുമ്പോൾ അതിനുള്ള പ്രതികരണം. നിങ്ങൾ NIA എന്ന് പറയുന്നത് രാജ്യത്തിലെ ന്യൂനപക്ഷത്തെ വേട്ടയാടാനുള്ള ഒരു സംവിധാനത്തിന്റെ പേരല്ലേ? മറ്റേ NIA എന്ന് പറഞ്ഞത് എന്താ വലിയ ഏജൻസിയാണോ? BJP-ക്കാരുടെ അവരുടെ ഭരണത്തിന് ഉപയോഗത്തിലുള്ള ഉപകരണങ്ങളല്ലേ ഈ ED, NIA, അതുപോലെ CBI എന്നൊക്കെ പറയുന്നത്. അതിനെന്താ പവിത്രതയുള്ളത്? നമ്മൾ കാണുന്നതല്ലേ. ഇപ്പൊ NIA വന്നു കഴിഞ്ഞാൽ അത് വലിയ കേസുകൾ കണ്ടുപിടിക്കാൻ അതെല്ലാം കേന്ദ്ര അന്വേഷിക്കണ്ടേ? അത് കെട്ടിയവരോട് ചോദിക്കണം. കുറ്റക്കാരെ ശിക്ഷിക്കണം. ആ പാർട്ടിക്കാരത്തൊക്കെ പോയെന്താ? അതിനടുത്തുള്ള വീട്ടിലെ ആൾ മരിച്ചാൽ നിങ്ങൾ പോവില്ലേ? നിങ്ങൾ രാഷ്ട്രീയ എതിരാളിയാണ്, അയാൾ മരിച്ചുപോയി അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോയി, നിങ്ങൾ പോവില്ലേ? എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതുണ്ടല്ലോ. എങ്ങനെ കൊല്ലപ്പെട്ടു നോക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ ആരോപണ വിധേയമായിരിക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ അങ്ങോട്ട് പോകും, നിങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങളെ ആക്രമിച്ചവരാണെന്ന് പറയുകയും അവിടേക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യുന്ന രീതി CPM-നുണ്ടോ? അതുകൊണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതാ നാട്ടിലുള്ള ഏത് മരണത്തിലും ഞങ്ങൾ പോകും. BJP-ക്കാർ കൊല്ലപ്പെട്ടാലും CPM നേതാക്കൾ അവിടെ പോകാറുണ്ടല്ലോ. എത്ര സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഈ ജില്ലയിൽ തന്നെ. ഞങ്ങൾ ഈ ജില്ലയിൽ ജീവിക്കുന്നവരാണല്ലോ. എത്ര സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അവരിങ്ങോട്ട് വരുന്നുണ്ട്. ഇത് മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പോകുന്നതിൽ രാഷ്ട്രീയം കാണുന്ന ഒരു നിലപാട് നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ആ സംഭവത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ആ സംഭവത്തെ അപലപിക്കുന്നു. അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് പറയുന്നു. അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ഒരു പാർട്ടിക്കെതിരെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ആക്ഷേപിക്കുന്നതിന് അർത്ഥം എന്താണുള്ളത്? പിന്നെ പുണ്യവാളന്മാരടിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നെങ്കിൽ ശരി, ഇവരുടെ എല്ലാം കയ്യിൽ രക്തക്കറ വരേണ്ടിട്ടുണ്ടല്ലോ. കാര്യമില്ലല്ലോ. അവിടെ CPM-ഉം BJP-യും തമ്മിലാണ് നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടായിരുന്നതും ഒരു ചർച്ചയ്ക്ക് ശേഷം അതിലൊരു ഇടവേള വരികയും ചെയ്തതാണ്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ബോംബ് നിർമ്മിക്കുമ്പോൾ അതിന്റെ ഗൗരവം ഏറുകയാണല്ലോ ശ്രീ M. പ്രകാശൻ. അത് കുറ്റവാളികളാണ്, ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ട് അന്വേഷിക്കണം, കുറ്റവാളികളെ കണ്ടുപിടിക്കണം. അതിലൊന്നും ഒരു തർക്കമില്ല. ഞാൻ ഒരു കാര്യം പറയും, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഏറെ ആളുകളെ കൊന്നു തള്ളിയിരിക്കുന്ന കത്തി ആരുടേതാ? ഞങ്ങൾ ഉറപ്പിച്ച് പറയും RSS-ൻ്റെതാണ്. പക്ഷെ മിക്കവാറും ന്യൂനപക്ഷങ്ങളെയാണെന്ന് മാത്രം. ആയിരങ്ങളെ. ഇത് അവർ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്, ഞങ്ങളെ സമാധാനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. ഇന്ത്യയിൽ ഏറ്റവും ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏത് പ്രസ്ഥാനമാണ് മുന്നോട്ടേക്ക് വന്നത്? നിങ്ങൾ പരിശോധിക്കണം കഴിഞ്ഞ 50 കൊല്ലത്തെ ചരിത്രം. ഇതിൽ അവർ സമാധാന ദൂതന്മാരായിട്ട് വരികയാണ്. അവരാളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന പാർട്ടിയല്ലേ? എന്തിനു വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന RSS-ന്റെ ആയുധ പരിശീലനം എന്തിനു വേണ്ടിയാ? ആൾ ഒരൊറ്റ വെട്ടിൽ എങ്ങനെ കൊല്ലാൻ ഒന്നല്ലേ പഠിപ്പിക്കുന്നത്? ശരി, എന്നിട്ട് ഞങ്ങളെ ഈ സമാധാനം ഇല്ലാതാക്കുന്നവരോട് പറയാൻ അല്ല. ഇപ്പോൾ പിടിയിലായവർ, ഇപ്പോൾ കൊല്ലപ്പെട്ടയാൾ, ആ ഒരു ചോദ്യത്തിലേക്കാണല്ലോ നമുക്ക് വരേണ്ടത്. അപ്പോൾ പഴയ കണക്കുകൾ പറഞ്ഞുകൊണ്ട് അതിനെ നേരിടാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും വേണ്ടതുണ്ട്. അവർ CPM-കാരല്ല, പിടികൂടപ്പെട്ടവരാരും CPM-കാരല്ല എന്ന വാദമുണ്ടോ ശ്രീ M. പ്രകാശൻ? ഞാൻ പറഞ്ഞല്ലോ, CPM അല്ല അത്ര ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. ആരാസൂത്രണം ചെയ്താലും തെറ്റാണ്. അവർ ഈ പാർട്ടിയുടെ ഭാഗമല്ല. CPM പ്രവർത്തകർ ആർക്കോ വേണ്ടി ബോംബ് നിർമ്മിക്കുന്നു എന്നൊരു ഗുരുതരമായ ഒരു വിഷയം കൂടി അതിൽ കണ്ടെത്തുകയാണ് CPM അല്ലേ? CPM പ്രവർത്തകർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്ഷേപമാണ്. ഇത് കൃത്യമായിട്ട് അവിടെ ക്രിമിനലാണ്. ഞാൻ എന്റെ ആക്ഷേപമല്ല ശ്രീ M. പ്രകാശൻ, പോലീസ് പറഞ്ഞതാണ്. ഇല്ല. Debate with Smriti Parithikad.